ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്ക് ഇന്ത്യയിൽ അങ്ങനെ ഒരുപാട് പെർഫോമൻസ് ഹാച്ച് ബാക്കുകളോ അല്ലെങ്കിൽ ബഡ്ജറ്റ് റേഞ്ചിലുള്ള സ്പോർട്ടി ആയിട്ടുള്ള വണ്ടികളോ അങ്ങനെ അധികം കിട്ടിയിട്ടില്ല. പക്ഷേ എന്നാൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു മോഡേൺ കാലത്ത്, അതായത് ഒരു 2010 അല്ലെങ്കിൽ 2015 ശേഷം വന്നിട്ടുള്ള ടോപ്പ് 6 സ്പോർട്ടി ഹാച്ച് ബാക്കുകളാണ്. ഇവിടെ 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഗ്രാൻഡ് ഐറ്റൻ നിയോസിൻ്റെ ടർബോ വേരിയൻ്റ് ആണ്. ഈ വണ്ടി ഇനീഷ്യലി ലോഞ്ച് ചെയ്ത സമയത്ത് അവർ ടർബോ കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ലോഞ്ചിന് കുറച്ച് കാലത്തിന് ശേഷം ഒരു 1 ലിറ്റർ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിൻ അവർ ഇതിൻ്റെ അകത്ത് കൊടുത്തായിരുന്നു. ഇതിൻ്റെ അകത്ത് സെയിം എഞ്ചിനായിരുന്നു i20 ടർബോയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പവർ ട്യൂണിംഗ് ഒക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ വാഹനത്തിൽ 100 PS പവർ ആയിരുന്നു ജനറേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ i20 എൻലൈനിലും അതുപോലെ i20 ടർബോ ഇനീഷ്യലി ഇറങ്ങിയിലൊക്കെ ആണെങ്കിലും 120 PS പവർ ഉണ്ടായിരുന്നു. പക്ഷേ 100 PS പവർ ഓൺ പേപ്പർ ഉള്ളെങ്കിലും റിയൽ ലൈഫിൽ ഈ വണ്ടി വളരെ ഫാസ്റ്റ് ആയിരുന്നു. 10-11 സെക്കൻഡ്സിനകത്ത് തന്നെ ഈ വാഹനം 0 to 100 എത്തുമായിരുന്നു. അത് ഈ ഒരു ചെറിയ കോമ്പാക്ട് ഫോം ഫാക്ടറിൽ അവർ അത്രയും പവറുള്ള ഒരു എഞ്ചിൻ കൊടുത്തുകൊണ്ടാണ്. എഞ്ചിൻ വൈസ് നല്ലതായിരുന്നെങ്കിലും ഹാൻഡ്ലിംഗ് വൈസ് ഒന്നും അവരങ്ങനെ ഒരുപാട് വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അതായത് സസ്പെൻഷൻ സ്റ്റിഫ് ആക്കുക, അങ്ങനെ ഇതൊരു എൻലൈൻ മോഡലൊന്നും അല്ലാത്തതുകൊണ്ട് ഹാൻഡ്ലിങ്ങിൽ ഒരുപാട് വർക്ക് ചെയ്യാത്തതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ജസ്റ്റ് പവർ എന്ന ഒരു രീതിയിൽ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അടിപൊളി വാഹനമായിരുന്നു ഗ്രാൻഡ് ഐറ്റൻ നിയോസിൻ്റെ ടർബോ എന്ന് പറഞ്ഞ മോഡൽ. ഇതിപ്പോൾ അവൈലബിൾ അല്ല. ഇനി നിങ്ങൾക്കത് വാങ്ങണമെന്നുണ്ടെങ്കിൽ യൂസ്ഡ് മാർക്കറ്റിലൊക്കെ നോക്കാം. പക്ഷേ വളരെ റെയറായിട്ട് ഈ വണ്ടി കിട്ടുള്ളൂ. കാരണം ടർബോ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാരും 1.2 എന്നെ തന്നെയാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ അധികം ആൾക്കാർ വാങ്ങാത്തതുകൊണ്ടാണ് ഈ ഹ്യുണ്ടായി വണ്ടിയുടെ ടർബോ ഡിസ്കണ്ടിന്യൂ ചെയ്തത്. ഈ വാഹനം ഒരു മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമാണ് കൊടുത്തത്. i20 DC ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതിൻ്റെ അകത്തൊന്നും കൊടുത്തില്ല. ഇനി അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റ മോട്ടോഴ്സിൻ്റെ ആണ്. ടാറ്റ പൊതുവെ ഇന്ത്യയിൽ അങ്ങനെ സ്പോർട്ടി വണ്ടികൾ ഇറക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് പേര് കേട്ടിട്ടുള്ളൊരു കമ്പനിയല്ല. പക്ഷേ അവർ ഈ അടുത്ത് അൾട്രോസ് റേസറൊക്കെ ഇറക്കി ട്രൈ ചെയ്യുന്നുണ്ട് സ്പോർട്ടി എക്സോസ്റ്റ് ഒക്കെ കൊടുത്തിട്ട്. പക്ഷേ അതിന് മുന്നേ അവർ നമ്മുടെ JM മോട്ടോസ്പോർട്ടുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഒരു വണ്ടി ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നല്ല 2 ഇറക്കി, ടിഗോർ JTPയും ടിയാഗോ JTPയും. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഹാച്ച് ബാക്കുകൾ നോക്കുന്നതുകൊണ്ട് ടിയാഗോ JTP ആണ് പറയുന്നതെന്ന് മാത്രം. ടിഗോർ JTPയും ഇതിന് രണ്ടും സെയിം തന്നെയാണ്. അകപ്പാട് ടിഗോറിന് ഒരു അഡീഷണൽ ബൂട്ട് ഉണ്ടെന്നുള്ള വ്യത്യാസമുള്ളൂ. അല്ലാണ്ട് ഡ്രൈവിങ്ങിലൊക്കെ വളരെ സെയിം ആയിരുന്നു. ഇതിൻ്റെ അകത്ത് വരുന്ന 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. ടാറ്റയുടെ ഇന്നത്തെ ഒക്കെ സെയിം MPFA പെട്രോൾ എഞ്ചിൻ തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. പക്ഷേ നമ്മുടെ ഒരു JM മോട്ടോസ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു ഓട്ടോമോട്ടീവ്സിൻ്റെ കുറച്ച് ട്യൂണിങ്ങും സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റീട്യൂൺ സസ്പെൻഷൻ, അതുപോലെ പുതിയ എക്സോസ്റ്റ്, പിന്നെ കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള ടയേഴ്സ്, പിന്നെ നമുക്ക് ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് റൂഫ്, ബ്ലാക്ക് മിറേഴ്സ്, അതുപോലെ ഹെഡ്ലൈറ്റ് മൊത്തത്തിലൊരു ബ്ലാക്ക് ടു ഫിനിഷ്, ബ്ലാക്ക് ഗ്രില്ല്, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നു. ഇൻറ്റീരിയറിൽ നമുക്ക് കുറേ റെഡ് ഇൻസേർട്സ് ഉണ്ടായിരുന്നു. പിന്നെ ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആയിരുന്നു ഇതിൻ്റെ അകത്ത് കൊടുത്ത്. ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് വരുന്നത് പവറിലാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് 112 bhp പവർ ഉണ്ടായിരുന്നു. അതുപോലെ 150 Nm ടോർക്കും ഉണ്ടായിരുന്നു. ഇത്രയും ചെറിയൊരു വണ്ടിയിൽ 150 bhp പവർ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് അത്യാവശ്യം നല്ലൊരു ഫിഗർ തന്നെയായിരുന്നു. ഈ വണ്ടി ഓൾമോസ്റ്റ് 11 സെക്കൻഡ്സിന് താഴെ 0 to 100 എത്തുമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഹാൻഡ്ലിങ്ങിൽ അവർ അത്യാവശ്യം വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് ഹാൻഡ്ലിംഗ് വാഹനമായിരുന്നു ടിയാഗോ JTP. ഈ വണ്ടി നമ്മുടെ BS6 എമിഷൻ നോംസിൻ്റെ സമയത്താണ് നിർത്തിയത് 2020. പിന്നെ അതുവരെ ഈ വണ്ടി ആരും അങ്ങനെ വാങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു. അവർ അത്യാവശ്യം ബുദ്ധിമുട്ടിയിട്ടാണ് ഇങ്ങനൊരു JTP പെർഫോമൻസ് വേരിയൻ്റൊക്കെ ഇറക്കിയത്. പക്ഷേ നമ്മളാരും അത്ര വലിയ വില കൊടുത്തില്ല അതിന്. ഇനി അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ബലേനോ RS ആണ്. ഈ ബലേനോ RS എല്ലാവരും കുറച്ച് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നൊരു വണ്ടിയാണ്. ഇതിനകത്ത് പറഞ്ഞു വരുമ്പോൾ 1 ലിറ്റർ ടർബോ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിനാണ് വരുന്നത്. ആൻഡ് ഓൺ പേപ്പറൊന്നും വലിയ പവറൊന്നുമില്ല. 100 bhp പവർ, 150 Nm ടോർക്ക് അത്രയൊക്കെ വരുന്നുള്ളൂ. പക്ഷേ റിയൽ ലൈഫ് പെർഫോമൻസിലേക്ക് വരുമ്പോഴേക്ക് വണ്ടി ഭയങ്കര ഫാസ്റ്റാണ്. 10.3 സെക്കൻഡ്സിനടുത്താണ് ഈ വാഹനം 0 to 100 എത്താനായിട്ട് എടുക്കുന്നത്. ആൻഡ് നമ്മളിപ്പം ഈവൻ ആ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന പല വണ്ടികളെയൊക്കെ ഈ വാഹനത്തിന് ആ സമയത്ത് തോൽപ്പിക്കാൻ പറ്റുമായിരുന്നു. ഈവൻ ഇന്നത്തെ കാലത്ത് പോലും വരുന്ന പല ടർബോ പെട്രോൾസിന് ഈ വണ്ടി ഒരു വലിയ വെല്ലുവിളിയാണ്. പിന്നെ അധികം കാണാനൊന്നുമില്ല. ഈ വണ്ടിയും മാരുതി സുസുക്കി ഇറക്കിയതിൽ ആ സമയത്ത് ഉണ്ടായിരുന്നതിൽ വോളിയം സെല്ലേഴ്സിൽ വളരെ വലിയൊരു ഫ്ലോപ്പായിരുന്നു ഈ വണ്ടി. കാരണം ടർബോ ആയിരുന്നതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. 1.2 ലിറ്റർ എണ്ണ പെട്രോൾ അപ്പുറത്തെ സൈഡിൽ കിടപ്പുണ്ടായിരുന്നു. 4 സിലിണ്ടറാണ്, കുറച്ചുകൂടെ സ്മൂത്താണ്. അപ്പോൾ അങ്ങനെയൊക്കെ അന്ന് ആൾക്കാർ ആലോചിക്കുന്ന സമയത്ത് ആരും ഇതെടുക്കില്ല. കാരണം 3 സിലിണ്ടർ 1 ലിറ്റർ ടർബോ. അപ്പോൾ 1 ലിറ്റർ എഞ്ചിൻ എന്തിനാണ് നമ്മൾ ഇത്രയും ഹാഷ് ബാക്കിൽ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അത് നെഗ്ലക്ട് ചെയ്യും. പക്ഷേ ശരിക്കും പവറിൻ്റെ കാര്യത്തിൽ അടിപൊളിയായിരുന്നു ബലേനോ RS. പിന്നെ RS ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ചെറിയ ട്വീക്കൊക്കെ ഉണ്ടായിരുന്നു സസ്പെൻഷനിലൊക്കെ. പക്ഷേ എന്നാലും ഹാൻഡ്ലിങ്ങിൽ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ബ്രില്യൻ ഹാൻഡ്ലിംഗ് വണ്ടി എന്നൊന്നും പറയാൻ പറ്റില്ല. സ്റ്റിയറിംഗ് ഫീലൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് ആ സമയത്തും ഇതിനില്ലായിരുന്നു. ആൻഡ് കോർണേഴ്സിലാണെങ്കിൽ പോലും ബെറ്റർ ആയിട്ടുള്ള വേറെ വണ്ടികളുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ആ ഒരു ഭയങ്കര ഫ്രീ റവിങ് എഞ്ചിനും അതുപോലെ നല്ല പെപ്പി ആയിട്ടുള്ളൊരു നേച്ചറും അതൊക്കെ വെച്ചിട്ടാണ് ഈ വണ്ടി അത്യാവശ്യം നല്ലൊരു പാക്കേജായിട്ട് മാറിയത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഓൾറൗണ്ടർ തന്നെയാണ് നമ്മുടെ ബലേനോ RS. ഇന്നും ഈ വണ്ടി മാർക്കറ്റിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും കൺസിഡർ ചെയ്യാവുന്നതാണ് യൂസ്ഡ് വാങ്ങാൻ. കാരണം റിലയബിലിറ്റിയുടെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നമില്ലാത്ത വണ്ടിയാണ്. വേറെ വണ്ടികളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും റിലയബിലിറ്റിയിൽ. ഇതിന് അങ്ങനത്തെ പ്രശ്നമില്ല.
ഇനി അടുത്തത് തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഫോർഡ് ഫിഗോയുടെ എസ് എന്ന് പറഞ്ഞ മോഡലാണ്. ഈ എസ് എന്ന് പറയുന്നത് സ്പോർട്ട് ട്രിമാണ്. അത് ശരിക്കും അവർ സ്പെസിഫിക് ആയിട്ട് തന്നെ ഇറക്കിയതാണ്. ഈ വണ്ടിയിലും കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. സസ്പെൻഷൻ ട്യൂണിങ് ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് കുറച്ച് ലോഡാണ് നമ്മൾ നോർമൽ ഫിഗർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഡിസൈനിൽ നോക്കുമ്പോൾ ഇതിൻ്റെ അലോയ് വീൽസ് ഡിസൈൻ ഡിഫറൻ്റ് ആയിരുന്നു. 15 ഇഞ്ച് വീൽസ് ആയിരുന്നു. അതുപോലെ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഗ്രില്ലും ഹെഡ്ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ടയറിൻ്റെ ക്രോസ് സെക്ഷൻ കൂടുതലുണ്ടായിരുന്നു. ഇന്റീരിയറിൽ അങ്ങനെ പറയത്തക്ക വലിയ വ്യത്യാസങ്ങളൊന്നും അവർ കൊടുത്തില്ല. പിന്നെ ഇത് ടൈറ്റാനിയം ട്രിം ബേസ്ഡ് ആയതുകൊണ്ട് 6 എയർ ബാഗ്സും ഇല്ലായിരുന്നു. ടൈറ്റാനിയം പ്ലസ്സിലാണ് അവർ ആ സമയത്ത് 6 എയർ ബാഗ്സ് കൊടുത്തത്. പക്ഷേ എന്തായാലും ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിലും ഡ്രൈവബിലിറ്റിയുടെ കാര്യത്തിലൊക്കെ ഈ വാഹനം അടിപൊളിയായിരുന്നു. എൻ്റെ കയ്യിലൊരു നോർമൽ ഫിഗോ ഉണ്ട്, അതും ഡീസൽ തന്നെയാണ്. പിന്നെ പൊതുവേ നമ്മൾ പെട്രോൾ ഹാച്ച് ബാക്കുകളാണ് സ്പോർട്ടി ആയിട്ട് പറയാറുള്ളത്. പക്ഷേ ഈ വണ്ടി ഡീസലിലാണ് സ്പോർട്ടി ആയിട്ട് പറയാൻ പറ്റുന്നത്. കാരണം 100 bhp പവറും അതുപോലെ 215 Nm ടോർക്കുമാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു പ്രൈസ് പോയിന്റ് നോക്കുകയാണെങ്കിൽ വളരെ എന്താ പറയുന്നത് ട്രാക്റ്റബിൾ ആണ് എഞ്ചിൻ. അതുപോലെ തന്നെ വളരെ സ്പോർട്ടിയാണ്. നമ്മളൊന്ന് റെവ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് വളരെ എഫർട്ട്ലെസ് ആയിട്ട് തന്നെ ഇതിൻ്റെ റെവ്സ് കയറിപ്പോകും. പൊതുവേ നമുക്കിപ്പോൾ ഒരു ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഒരു പെട്രോൾ എഞ്ചിൻ പോലെ തന്നെ ഫീൽ ചെയ്യും. ഇതിൻ്റെ ഹാപ്പി നേച്ചറുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 4000 RPM 4500 RPM വരെയൊക്കെ പോകും. അത് കഴിഞ്ഞാൽ പിന്നെ സ്ലഗിഷ് ആവും. അതിപ്പം പൊതുവേ ഡീസൽ വണ്ടികൾക്ക് അത് ഉള്ളതാണല്ലോ. പക്ഷേ ഒരു 4200-300 RPM വരെയൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടാണ് ഈ ഒരു വാഹനം റബ്ബായിട്ട് കയറി പോകുന്നത്. പിന്നെ അതിനനുസരിച്ചുള്ളൊരു പിക്കപ്പ് നമുക്ക് കിട്ടും. സെക്കൻഡ് ഗിയറിലൊക്കെ ഇട്ട് നമ്മളൊന്ന് ആ ഒരു ടെർബോ റേഞ്ചിൽ കയറ്റി പിടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ലൊരു പുഷ് ബാക്കോട് കൂടിയാണ് ഈ വണ്ടി മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ഗിയർ നല്ല റേഞ്ചുണ്ട്. മാക്സിമം 90 വരെ ഇതിൻ്റെ സെക്കൻഡ് ഗിയർ പോകും. പൊതുവെ ഡീസൽ വണ്ടിയിൽ ഞാൻ അത്രയും ഒരു ഹൈ ഗിയർ റേഷ്യോസ് കണ്ടിട്ടില്ല. പിന്നെ ഹാൻഡ്ലിംഗ് വൈസ് ഇതിനകത്ത് സസ്പെൻഷൻ ട്യൂണും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു വെൽ ഹാൻഡ്ലിംഗ് ഹാച്ച് ബാക്ക് തന്നെയായിരുന്നു ഇത്. ഇനി അടുത്ത സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന വണ്ടി നമ്മുടെ പോളോ GT TSI ആണ്. ഈ വണ്ടി 2015 ശേഷമുള്ള വണ്ടി എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിന് മുന്നേ തന്നെ ഒരു GT TDIയും അതുപോലെ GT TSI ഒക്കെ തന്നെ ഇറക്കിയിട്ടുണ്ട്. ഈ GT സീരീസിൽ ഏറ്റവും കൂടുതൽ എഞ്ചിൻസ് മാറി മാറി വന്നിട്ടുള്ളൊരു വണ്ടി ഇത് തന്നെയായിരിക്കും. ഇനീഷ്യലി നമുക്ക് 1.2 TSI ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു DSG മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ 1 ലിറ്റർ TSIയിൽ വന്നു GT ട്രിം. അതിൻ്റെ അകത്തും അവർ ഈ മാനുവൽ കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് ടോക്കൺ കൺവേർട്ടർ ഓട്ടോമാറ്റിക് ആണ് കിട്ടിയത്. ഇനി TDI നോക്കുകയാണെങ്കിൽ 1.6 TDI ആദ്യം വന്നിട്ടുണ്ട്, 1.5 TDI വന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള എഞ്ചിൻസ് ആയിരുന്നു. ഏറ്റവും പവർഫുൾ നമ്മൾ നോക്കുന്ന സമയത്ത് 1 ലിറ്റർ TSIയിൽ വരുന്ന മാനുവൽ ആയിരിക്കും. ഈ പോളോ റേഞ്ചിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള വണ്ടിയും അത് തന്നെയാണ്. പക്ഷേ നിങ്ങളിപ്പോൾ 1.2 GT TSI എടുക്കുകയാണെങ്കിലും അതും ഒരിക്കലും സ്ലോ അല്ല. പിന്നെ DSG ഉള്ള വണ്ടി വേണമെങ്കിൽ അത് തന്നെ എടുക്കേണ്ടി വരും. പെട്രോൾ ഓട്ടോമാറ്റിക് ഡീസലിൽ അവർ കൊടുത്തായിരുന്നു. പക്ഷെ അത് പോളോയിലില്ലായിരുന്നു, വെൻഡോയിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതും DSG തന്നെയായിരുന്നു. ഈ ഡീസലിൽ അവർ DSG കൊടുത്തതിൻ്റേതായിട്ടുള്ള ടോർക്ക് ലിമിറ്റേഷൻസ് വെച്ചിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ അതിന് വന്നിട്ടുണ്ട്. ബട്ട് എനിവേ നമ്മളിപ്പോൾ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് പവറിൻ്റെ കാര്യത്തിൽ പോളോ ആരും കുറ്റം പറയില്ല. പിന്നെ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഷാസി ആയിരുന്നു. വളരെ പോർട്ടൻ്റ് ആയിട്ടുള്ള ഷാസിയാണ്. നമ്മളിപ്പോൾ കുറച്ചുകൂടെ പവർ കൂടുതൽ പുഷ് ചെയ്യുകയാണെങ്കിലും ഇതിൻ്റെ ഷാസി അത് എടുത്തോളും, നല്ല കേപ്പബിൾ ആണ്. അതുപോലെ തന്നെ വളരെ റിജിഡാണ്. പിന്നെ നമുക്ക് സ്ട്രേറ്റ് ലൈൻ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിലൊക്കെ ഒന്നും പറയാനില്ല. റോക്ക് സോളിഡ് ആയിട്ടാണ് ഈ വാഹനം സ്ട്രേറ്റ് ലൈനിൽ പോകുന്നത്. കോർണേഴ്സിലും വലിയ കുഴപ്പമില്ലാത്തൊരു വാഹനമായിരുന്നു. സ്റ്റിയറിംഗ് ഫീലില്ലെങ്കിലും ഭയങ്കര ആക്യുറേറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗും അതുപോലെ തന്നെ അത്യാവശ്യം ബോഡി കമ്പോഷറൊക്കെ ഒരു വാഹനത്തിനുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻസിൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സ്പോർട്ടി ഹാച്ച് ബാക്ക് എന്നുള്ള നിലയിൽ നമുക്ക് പോളോയെ പറയാം. അതിപ്പോഴും ഉണ്ട് ഈ പോളോയുടെ ഒരു ട്രെൻഡ്. ആൾക്കാർ നന്നായിട്ട് തന്നെ ഇപ്പോൾ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഈവൻ ദോ ഇപ്പോൾ അവൈലബിൾ അല്ല എങ്കിൽ പോലും. ഇനി അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം പുണ്ടോ അബാർത്താണ്. ഈ വാഹനം അങ്ങനെ ചിലപ്പോൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവില്ലായിരിക്കും, പക്ഷേ കേട്ടിട്ടുള്ളവർക്കറിയാം ഈ വാഹനം ആ സമയത്ത് നമുക്ക് ആ ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടിയതിൽ വെച്ച് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള വാഹനമായിരുന്നു. 9.3 സെക്കൻഡ്സിലാണ് ഇത് 0 to 100 എത്തിക്കൊണ്ടിരുന്നത്. 1.4 ലിറ്റർ TZ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരുന്നത്. അതും 145 PS പവറും 212 Nm ടോർക്കുമാണ് ഇത് പവർ ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയ എഞ്ചിനുള്ള ഹാച്ച് ബാക്കുകൾ ഒന്നാമത്തെ കാലത്ത് അവരാരും ഉണ്ടാക്കിയിരുന്നില്ല. ഇനി ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ 1.6 NA പോളോ ഒക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളത്, അല്ലാണ്ട് വേറെ വണ്ടികളിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ 1.5 NA ഓട്ടോമാറ്റിക് ഫിഗോ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഭയങ്കര പവർഫുൾ ഒന്നുമല്ല. ഈ വണ്ടി 1.4 ആണ്. അതിൻ്റെ കൂടെ അതിൻ്റെ അകത്ത് ഒരു ടർബോവും കൊടുത്തിട്ടുണ്ട്. ആൻഡ് 145 bhp ഹാച്ച് ബാക്ക് ഒന്നും നമുക്ക് ആ ഒരു സമയത്ത് വന്നിട്ടേ ഇല്ല. ഏറ്റവും കൂടുതൽ പവർ ഉണ്ടാക്കിയിരുന്ന പോളോ GTI ആയിരുന്നു, പക്ഷെ അത് 30 ലക്ഷത്തിൻ്റെ വണ്ടിയായിരുന്നു. ഇത് 9.5 lakhs എക്സ്ഷോറൂം പ്രൈസിൽ വന്ന വണ്ടിയാണ്. ഈവൻ നമ്മൾ ലാസ്റ്റ് വന്ന പോളോയുടെ GT TSI നോക്കുകയാണെങ്കിൽ പോലും അതിന് തന്നെ 10-11 ലക്ഷം രൂപയൊക്കെ ആവുമായിരുന്നു. പിന്നെ ഫിയറ്റിൻ്റേതായിട്ടുള്ള കുറേ ഓഫേഴ്സൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ കുറേ പേർക്ക് ലാസ്റ്റ് വാങ്ങിച്ചവർക്ക് ഈ വണ്ടി ഭയങ്കര വലിയ ഡിസ്കൗണ്ടിലാണ് കിട്ടിയത്. 8 lakhs ആ റേഞ്ചിൽ എന്താണ്ട്. എനിവേ ഈ വണ്ടി ഇപ്പോൾ നമ്മൾ അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഈവൻ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും നമുക്ക് പോളോയൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പറയാം പോളോയേക്കാളും, പ്രത്യേകിച്ച് കോർണേഴ്സിൻ്റെ കാര്യത്തിൽ. ഇതിൻ്റെ സ്റ്റിയറിംഗ് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് ഭയങ്കര ഫീലും അതുപോലെ ഹൈ ആക്യുറസി ഉള്ള സ്റ്റിയറിംഗ് ആണ്. പിന്നെ സസ്പെൻഷൻ അത് റീട്യൂൺഡ് ആണ് എന്ന് പറയാൻ പറ്റില്ല. അവർ നോർമൽ പുൻഡോയിൽ ഉണ്ടായിരുന്ന അതേ 195 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഇതിനകത്ത് കൊടുത്തു. ശരിക്കും എൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇത് പുൻഡോ അഭാരത്ത് എന്നുള്ള രീതിയിൽ 170 165 അല്ലെങ്കിൽ അതിലും താഴെയൊക്കെ വേണേൽ ആക്കായിരുന്നു. 165 അറ്റ്ലീസ്റ്റ് ആക്കായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ബോഡി റോളും സംഭവങ്ങളൊക്കെ കുറഞ്ഞ് കിട്ടിയാൽ. അത്
ഫിയറ്റ് ഫാക്ടറിയിൽ നിന്ന് കൊടുക്കുകയായിരുന്നെങ്കിൽ നല്ല റൈഡും കിട്ടിയാനെ. ഇവർ പക്ഷേ ഇപ്പോൾ 195 ആക്കിയതുകൊണ്ട് വണ്ടിയുടെ സ്റ്റാൻസ് കുറച്ച് ഔട്ട് ഓഫ് പ്ലേസ് ആണ്. അപ്പോൾ കുറേ പേര് വണ്ടി ലോർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സ്റ്റിഫായിട്ടുള്ള റൈഡും ആയി പോകും. അപ്പോൾ നമുക്ക് നല്ലൊരു കമ്പോഷർ കിട്ടില്ല. അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് ഫോമിലുള്ള പുൻഡോ അപാരത്തിൻ്റെ റൈഡ് അടിപൊളിയാണ്. പൊതുവേ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഹാഷ് ബാക്കുകളിലൊന്നും അത്ര നല്ല റൈഡുള്ള വണ്ടിയില്ല. ഫിഗോ എസ് ഒരു പരിധി വരെ പറയും, പക്ഷേ അതിൻ്റെ അകത്തും കുറച്ച് ഹാഷ്നെസ് ഉണ്ട്. ഈ വണ്ടി ഏത് വലിയ വൃത്തികെട്ട കുഴി വന്നാലും വളരെ ഈസി ആയിട്ട് അതൊക്കെ ഹാൻഡിൽ ചെയ്തോളും. പക്ഷേ എഗൈൻ ലോർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യില്ല കേട്ടോ. ഈ പറഞ്ഞ ഹാച്ച് ബാക്കുകളിലൊക്കെ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള വാഹനമാണിത്. എന്തെങ്കിലുമൊക്കെ എനിക്ക് ഓൺ ചെയ്യണം എന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും എനിക്കിത് മെയിൻ്റെനൻസ് അതുപോലെ ഫ്യൂലൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് തീർച്ചയായും ഞാൻ ചിലപ്പോൾ വാങ്ങും. പിന്നെ ഇതിൻ്റെ അവൈലബിലിറ്റിയാണ് പ്രശ്നം. ഈ വണ്ടി അധികം ആൾക്കാർ വാങ്ങാത്തതുകൊണ്ട് എവിടെ ഇത് കിട്ടാനില്ല. പിന്നെ കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ അതർ സ്റ്റേറ്റൊക്കെ പോകേണ്ടി വരും. ഗൈസ്, അപ്പോൾ ഇതാണ് ഒരു ലേറ്റസ്റ്റ് ടൈമിൽ ഇന്ത്യയിൽ ഇറങ്ങിയ ടോപ്പ് 6 സ്പോർട്ടി ഹാച്ച് ബാക്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.